തിരുവനന്തപുരം അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കസാക്കിസ്ഥാൻ സിനിമയാണ് തലാഖ് അല്ലെങ്കിൽ ദി ഡൈവോഴ്സ് എന്ന് പറയുന്ന കസാഖ് ഭാഷയിൽ ഉള്ള സിനിമ. 1920കളിൽ കസാക്കിസ്ഥാനിലെ കസാഖ് ഗ്രാമത്തിൽ നടന്ന സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ഈ സിനിമ രൂപപ്പെട്ടത്. ഈ സിനിമയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് മൊട്ടക്കുന്നുകളും പുൽമേടുകളുമായിട്ടുള്ള വളരെ തണുപ്പനുഭവപ്പെടുന്ന, പലപ്പോഴും -ഡിഗ്രിയിൽ താഴെ തണുപ്പനുഭവപ്പെടുന്ന, കൊടും ശൈത്യം അനുഭവപ്പെടുന്ന ഈ പ്രദേശത്ത് ജീവിക്കുന്ന, കമ്പിളി വസ്ത്രങ്ങൾ ഒഴിച്ചുകൂടാനാവാതെ എപ്പോഴും ധരിക്കേണ്ട അത്ര തണുപ്പുള്ള ഈ സ്ഥലത്ത് ജീവിക്കുന്ന വളരെ ദരിദ്രരും അപരിഷ്കൃതരുമായ ഒരു വിഭാഗം ജനങ്ങളുടെ അവരുടെ പ്രധാന ജോലി കന്നുകാലികളെ മേയ്ക്കലും അതുപോലെ കുതിരകളെ വളർത്തലും അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ 1920കളിൽ നടന്ന ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ സിനിമ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ഡാനിയർ സലാമത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ സിനിമയുടെ സംവിധായകൻ. കസാഖ് ഭാഷയിൽ ഉണ്ടായ ഈ സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു നാടക അവതരണത്തോടു കൂടിയാണ്. ഈ നാടകം ശരിക്കും അവരുടെ ജീവിതത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രചാരം മുസ്ലിം സമുദായാംഗങ്ങളായ അവർക്കിടയിൽ അവർ വിമോചനത്തെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങളെ ഉത്തേജിപ്പിക്കുന്ന തരത്തിൽ ഉള്ള ചില കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ പ്രചാരണം നടക്കുന്ന വേളയിൽ അവരുടെ ആശയപ്രചരണത്തിന് വേണ്ടി നടത്തുന്ന ഒരു ചെറിയ നാടകം, ആ നാടകത്തിന് പ്രേക്ഷകരായിട്ട് അധികം ആളുകളൊന്നുമില്ല, ആ നാടകം നടക്കുന്നു. ആ നാടകത്തിൽ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമായ സലീം സാഖ് എന്ന് പറയുന്ന കഥാപാത്രം ഒരു സ്ത്രീവേഷം അഭിനയിക്കുന്നുണ്ട്. ഈ സ്ത്രീവേഷം ശരിക്കും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് സ്ത്രീ വിമോചനത്തെക്കുറിച്ചുള്ള ചില ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ്. അതിലെ സ്ത്രീ കഥാപാത്രം ബഹുഭാര്യത്വത്തെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. അപ്പോൾ ആ ബഹുഭാര്യത്വത്തെ ശക്തമായിട്ട് എതിർക്കുന്ന കഥാപാത്രത്തിൻ്റെ പ്രതീകമായിട്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ ശരിക്കും അത് ഈ ബഹുഭാര്യത്വം എന്ന് പറയുന്നത് എതിർക്കപ്പെടേണ്ടതാണെന്നും അതിനകത്ത് ഈ ബഹുഭാര്യത്വം ശരിക്കും ഒരു സൈത്താൻ്റെ സിമ്പലാണെന്നും ഒക്കെയുള്ള ഒരു ഭാഗം വരുന്നുണ്ട്. തീർച്ചയായിട്ടും സ്വന്തം ഭർത്താവ് ഒരു സ്ത്രീ കഥാപാത്രം അഭിനയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, സ്ത്രീ വിമോചനത്തെക്കുറിച്ചുള്ള അവരുടെ ആശയങ്ങൾ വിവാഹമോചനത്തെക്കുറിച്ച് അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ജീവിതത്തിലെ കഠിനമായ ബുദ്ധിമുട്ടുകൾക്കിടയിൽ 3 മക്കളുടെ അമ്മയായ ആ സ്ത്രീ കുട്ടികളെ നോക്കാനും ആ അതിശൈത്യം നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ കുട്ടികളെ നോക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ആ സ്ത്രീ ഒരു തവണ ഈ നാടകത്തിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ ഭർത്താവുമായിട്ട് തർക്കത്തിലേർപ്പെടുന്നു. തർക്കത്തിൻ്റെ ഒടുവിൽ വളരെ ദേഷ്യം പൂണ്ട് ഭർത്താവ് ഈ സ്ത്രീയോട് തലാഖ് പറയുന്നു. സ്വാഭാവികമായിട്ട് ഭാര്യയുടെ വിവാഹമോചനത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ എല്ലാം അതോടുകൂടി തീവ്രമാവുകയും അവർ ഏതെങ്കിലും ഒരു അവസരത്തിൽ മറ്റൊരാളുമായിട്ട് ഒത്തുചേർന്ന് ജീവിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തുന്നു. തലാഖ് നിർഭാഗ്യവശാൽ അന്നേരമുണ്ടായ ദേഷ്യം കൊണ്ട് തലാഖ് ചൊല്ലിയ സലീം സാഖ് മതപണ്ഡിതനെ നേരിട്ട് പോയി കാണുകയും അബദ്ധവശാൽ സംഭവിച്ചതാണെന്ന് അദ്ദേഹത്തോട് പറയുകയും ചെയ്യുന്നെങ്കിലും അദ്ദേഹം അത് തെറ്റായ കാര്യമാണെന്നും അതങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണെന്നൊക്കെ അദ്ദേഹത്തെ ഉപദേശിക്കുന്നു. വളരെ നിരാശനായിട്ടാണ് അദ്ദേഹം ഈ മതപണ്ഡിതൻ്റെ അടുത്ത് നിന്ന് തിരികെ വീട്ടിലേക്ക് വരുന്നത്. ഭാര്യ അപ്പോഴേക്കും ഒരു വിവാഹമോചനത്തിന് മാനസികമായി തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നു. വീണ്ടും അയാൾ മറ്റൊരു മതപണ്ഡിതനെ കണ്ട് ഈ വിഷയം കൂടുതൽ സങ്കീർണമായ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആ മതപണ്ഡിതൻ അദ്ദേഹത്തോട് വളരെ സ്നേഹപൂർവ്വം പറഞ്ഞു, നീ ഒരു തവണ മാത്രമേ തലാഖ് പറഞ്ഞുള്ളൂ, അതുകൊണ്ട് അത് പൂർണ്ണമാകുന്നില്ല, ഭാഗികമായിട്ട് മാത്രം 3 തവണ തലാഖ് ചൊല്ലിയെങ്കിൽ മാത്രമേ വിവാഹമോചനം പൂർണ്ണമാവുന്നുള്ളൂ. വളരെ സന്തോഷവാനായി സലീം സാഖ് ഭാര്യയോട് വന്ന് ഈ വിവരം പറയുന്നു. പക്ഷേ ആ സന്തോഷമൊന്നും ആ സ്ത്രീക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല.
ഒരു അതിശൈത്യം നിറഞ്ഞ ഒരു രാത്രിയിൽ മക്കളും ഭർത്താവും സുഖമായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിൽ കുറച്ചുകൂടി സമ്പന്നനായ മറ്റൊരാളിൻ്റെ ഭാര്യയായി സലിം സാക്കിൻ്റെ ഭാര്യ ഒളിച്ചോടിപ്പോകുന്നു. അദ്ദേഹത്തിനാണെങ്കിൽ മറ്റു ഭാര്യമാരുണ്ട്, എന്നാലും അദ്ദേഹം ഈ സ്ത്രീയെ കൂടി ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു. നേരം വെളുത്തപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ സലിം സാക്ക് വളരെ അസ്വസ്ഥനാകുന്നു. ഈ 3 കുട്ടികളെയും കൊണ്ട് അദ്ദേഹം മറ്റൊരു ബന്ധുവീട്ടിൽ ആക്കിയതിന് ശേഷം സ്വന്തം ഭാര്യയെ അന്വേഷിച്ച് പോകുന്നു. പക്ഷെ സ്വന്തം ഭാര്യയെ അന്വേഷിച്ച് അവരുടെ ഭർത്താവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ കഠിനമായ തരത്തിൽ അദ്ദേഹത്തോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയും അയാളെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വീണ്ടും ദുരിതപൂർണമായ അവസ്ഥയിൽ അയാൾ ഈ കുട്ടികളെയും കൊണ്ട് പ്രതികൂലമായ കാലാവസ്ഥയൊക്കെ അതിജീവിച്ച് ജീവിക്കുന്ന സാഹചര്യത്തിൽ ഒരു ദൂതൻ വന്ന് അദ്ദേഹത്തോട് പറയുന്നു, നിങ്ങളുടെ ഭാര്യ അസുഖബാധിതയായി കിടക്കുകയാണ് എന്ന്. ഇതിനിടയിൽ മറ്റൊരു സംഭവമുണ്ട്. ഈ സ്ത്രീ വിമോചനത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി സ്ത്രീകളുടെ ഒരു യോഗം വിളിച്ചു ചേർക്കും. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രചരണാർത്ഥം ഗ്രാമപ്രദേശത്തെ വീടുകളിലെല്ലാം ഒരു ചുവന്ന പതാക നേരത്തെ തന്നെ എല്ലാ വീടുകളിലും കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ആശയപരമായിട്ട് ആ പതാക പല വീടുകളുടെ മുന്നിലും അതുപോലെ തന്നെ കവലകളിലും ഒക്കെ ഉയർത്തിയിട്ടുമുണ്ടായിരുന്നു. പക്ഷേ ഈ സ്ത്രീ വിമോചനത്തിന് വേണ്ടി ചേർത്ത മീറ്റിങ്ങിൽ പാർട്ടിയുടെ നേതാവ് ചില കാര്യങ്ങൾ പറയുകയും സ്ത്രീകൾ അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ പാർട്ടി നേതാവ് തോക്കെടുത്ത് ആകാശത്തേക്ക് വെടിവെക്കുമ്പോൾ ഈ സ്ത്രീകളെല്ലാം പെട്ടെന്ന് നിലത്ത് വീഴുമ്പോൾ വളരെ പ്രതീകാത്മകമായിട്ട് ഈ സ്ത്രീകളുടെ മേൽവസ്ത്രമൊക്കെ മാറുകയും അടിവസ്ത്രം മുഴുവൻ ഈ ചുവന്ന പതാക കൊണ്ട് തയ്ച്ചതാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്നു നേതാവിന്. ഏതായാലും ഈ സിനിമയുടെ അന്ത്യത്തിൽ വളരെയധികം ദുരിതമനുഭവിച്ചുകൊണ്ട് ഈ രോഗബാധിതയായ ഭാര്യ അവരുടെ അമ്മയുടെ സംരക്ഷണത്തിലേക്ക് മാറുന്നു. അവിടേക്ക് തൻ്റെ പൂർവ്വ ഭാര്യയെ തേടി സലിം സാക്ക് എത്തുന്നു. തൻ്റെ കുട്ടികളെ കാണണമെന്ന് ഭാര്യ പറയുന്നു. അപ്പോഴേക്കും വിൻ്റർ സീസൺ ആകുന്നു. മഞ്ഞു മൂടിയ മലകളാണ്. ആ മഞ്ഞു മൂടിയ മലകളിൽ കമ്പിളി വസ്ത്രമൊക്കെ ധരിച്ച് ഒരു കമ്പിളി പതപ്പിച്ച ഭാര്യയെ തോളിലേറ്റി സ്വന്തം വീട്ടിലേക്ക് വരുന്ന അവസരത്തിൽ ഏതാണ്ട് വീട് കാണാവുന്ന ദൂരത്തെത്തുമ്പോഴേക്ക് അയാൾ തളർന്നു വീഴുന്നു. ആ സ്ത്രീ മരണത്തെ വളരെയധികം അഭിമുഖീകരിക്കുന്നു. അവിടെ നിന്ന് ഉറക്കെ അയാൾ മക്കളെ വിളിക്കുന്നു. മക്കൾ ഓടി വരുന്നു. 10 വയസ്സോളമുള്ള അദ്ദേഹത്തിൻ്റെ കുട്ടി മുട്ടുകാലിൽ നിന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷപൂർവമായ 20 വർഷങ്ങളെടുത്ത് എൻ്റെ അമ്മയ്ക്ക് ആയുസ്സും ആരോഗ്യവും നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടെയാണ് സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ വളരെ മനോഹരമായ ഒരു ദൃശ്യാവിഷ്കാരവും അതുപോലെ തന്നെ ചിത്രീകരണവും അതുപോലെ അതിൻ്റെ ഛായാഗ്രഹണവും ഒക്കെ ഈ സിനിമയെ കൂടുതൽ മനോഹരമാക്കുന്നു. ആശയപരമായ ഒരുപാട് സംഗതികൾ, മതവും രാഷ്ട്രീയവും തമ്മിലുള്ള സംഘർഷങ്ങളൊക്കെ ഈ സിനിമയിൽ ആശയപരമായിട്ടുണ്ടാകുന്നെങ്കിലും 1920കളിൽ കസക്ക് ഗ്രാമത്തിൽ ഉള്ള ദരിദ്രരായ മുസ്ലിം കുടുംബങ്ങളിൽ മതപരമായ വിശ്വാസങ്ങൾ നിലനിൽക്കെ തന്നെ രാഷ്ട്രീയമായ പുതിയ വിമോചനത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ രൂപപ്പെട്ടു വരുന്നത്, അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്, അവരുടെ ദാരിദ്ര്യാവസ്ഥ, ഈ ചുവന്ന തുണി കൊണ്ട് അടിവസ്ത്രം വരെ തയ്ക്കേണ്ട ദരിദ്രാവസ്ഥയെക്കുറിച്ചും ഒക്കെ ഈ സിനിമയിൽ വളരെ ശക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ചൈനയിലെ ഷാങ്ഹായ് ഫെസ്റ്റിവലിൽ ഈ 2024 ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള അവാർഡ് ഈ സിനിമ നേടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലും ഈ സിനിമ പ്രേക്ഷകരുടെ കയ്യടി ഏറെ ഏറ്റുവാങ്ങുകയുണ്ടായി.